ഓൾ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 23 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 23 അപ്ലോഡ് ചെയ്യുന്നത് 24-നാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഹലോ ഓൾ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല. കുഞ്ഞൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അത് ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും കുഞ്ഞൊരു കേക്ക് കട്ടിങ് ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്കുള്ളത് ഞാനാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അത് എൻ്റെ വക ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഐറ്റമാണ്. അതിൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ കാണിക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കേക്ക് കട്ടിങ്ങും ഒരു ഉച്ചയ്ക്കുള്ളൊരു കുഞ്ഞൊരു ഊണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ കുക്കിംഗ് പരിപാടികളിലേക്ക് കിടന്നാലോ, അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് തിന്നാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓക്കേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് വന്നിട്ട് ചിക്കൻ ഹനീദ് എന്നാണ് കേട്ടോ. മന്തിയുടെ വേറൊരു വേർഷൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മുടെ വളരെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മതി. ടൊമാറ്റോ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ സവാളയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വേണ്ടു നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട്. പിന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള അത്രയും വലിയ പീസസിലാണ് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് മസാല കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഏലക്ക ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ, അതും ഒന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ് കേട്ടോ. ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുഞ്ഞിതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പൊടികളാണ്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 വലിയ ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത്രയും പൊടികൾ 2 പൊടികളും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കരുത്, സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പൊടി ഈ ഒരു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫുള്ള്, ഇതിൻ്റെ എൻ്റെ കുക്കിംഗ് പ്രോസസ്സ് വളരെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. കാരണം പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഈ പൊടികൾ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സിനകത്താണ് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലുപ്പത്തിലുള്ള പീസസ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് മേടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ടും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ആവുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മാഗി ക്യൂബ്സ്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 2 എടുത്തിട്ടുണ്ട് ഞാൻ. മീൻസ് ഒരെണ്ണത്തിനകത്ത് 2 ക്യൂബാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്താൽ മതി. അതായത് അതിനകത്തിരിക്കുന്ന 2 കുഞ്ഞ് പീസസ്, 2 ക്യൂബ്സ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിന് നല്ല ഉപ്പുള്ളതാണ്. പിന്നെ നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗി ക്യൂബ്സ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചിക്കൻ ഈ വെള്ളത്തിനകത്ത് കിടന്ന് വേവാൻ പാകത്തിനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളമൊക്കെ തന്നെ ധാരാളമാണ്. അതായത് നമ്മൾ റൈസ് ചേർക്കുന്നുണ്ടല്ലോ, എന്തായാലും മന്തിയുടെ ഒരു വേഷനായിട്ട് റൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ റൈസ് അളക്കുന്ന ആ ഒരു കപ്പിൽ തന്നെ വെള്ളം കൂടി അടന്നിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കി റൈസ് വേവാനുള്ള വെള്ളം കൂടി ചേർത്താൽ മതിയല്ലോ. പിന്നെ നമ്മുടെ പിന്നെ പച്ചമുളക് മുഴുവനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം.
അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തതുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ മീൻസ് മാഗി ക്യൂബ്സ് ആഡ് ചെയ്തില്ലേ, അപ്പോൾ ഒരു പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സെപ്പറേറ്റ് ആക്കണം. ചിക്കൻ നമുക്ക് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെന്ത ചിക്കനാണ് കേട്ടോ, ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദേ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ചിക്കൻ പീസസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കളയരുത് കേട്ടോ, ഇത് നമുക്ക് റൈസ് വേവിക്കാനായിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തത് കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന എണ്ണ തെളിയിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റ് വേറെ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് 2-3 തുള്ളി ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ നമ്മൾ ഒത്തിരി അങ്ങോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ മാതിരി അല്ല ആക്കിയെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു നിറം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ, ശരിക്കും ഒരു മന്തിയുടെ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒരു 3 എടുത്തിട്ടുള്ളത്. തക്കാളി വളരെ കുഞ്ഞു തക്കാളി കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നത്, അതുകൊണ്ട് ഞാനൊരു 5-6 ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി അല്ലെങ്കിൽ മീഡിയം സൈസ് തക്കാളിയൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ ചേർത്താൽ മതി. പിന്നെ ക്യാപ്സിക്കം ഞാൻ 2 ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരണം കേട്ടോ, ഒത്തിരി വഴറ്റി ഇതാക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ള റൈസ് വേവാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിക്കോളൂ. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്, മുഴുവനായിട്ട് ഉള്ള കുരുമുളക്. പിന്നെ ഏലക്കയൊക്കെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം തിള വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കഴുകി വെച്ചിരുന്ന ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ റൈസ് ഫുള്ളായിട്ട് വേകുന്ന വരെ നോക്കണ്ട, ഒരു 80% അല്ലെങ്കിൽ ഒരു 90% വേവ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വെള്ളത്തിലല്ലേ നമ്മൾ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ മുഴുവനോടെ ഉള്ളൊരു ഉണക്ക നാരങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഇപ്പോൾ റൈസ് ഒരു 80% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് ഫുള്ളായിട്ട് വേവുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട. ഈ ഒരു ചെറിയൊരു വേവൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ ചിക്കൻ വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൈസും ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. മന്തി ഒന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, കാരണം റൈസ് നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മയണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിരിക്കും, അറിയാലോ മന്തിയൊക്കെ മയണൈസിൻ്റെ കൂടെയാണ് നല്ലൊരു ടേസ്റ്റ്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് മയണൈസൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പപ്പടമൊക്കെ എടുത്തിട്ട് അങ്ങ് കഴിക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. ചിക്കനും ആ ഒരു റൈസൊക്കെ നല്ല ഫ്ലേവറാണ്, അടിപൊളി. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ കേക്ക് ഇപ്പം വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കേക്ക് വേൾഡിൽ നിന്ന്. കഴിഞ്ഞ തവണയും എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അനിയൻ്റെ ആണോ എന്തോ, ഇതുപോലെ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നത് ഓർമ്മയുണ്ട്. ഇപ്പോൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. 5 മണിക്ക് ഡെലിവറി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കുഞ്ഞൊരു കേക്ക്, എപ്പോഴും മുറിക്കാറുള്ളത് കൊണ്ട് ഒരു കുഞ്ഞു കേക്ക്. അങ്ങനെ വെയിറ്റിംഗ് ആണ്.
അപ്പോൾ അതേ അങ്ങനെ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗം. ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേയും ഓർത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ചിലരൊക്കെ അവരുടെ സ്വന്തം ബർത്ത്ഡേ പോലും ഓർക്കാത്തവരുണ്ട്. എന്നിട്ടും ഇങ്ങനെ എന്തോ നമ്മൾ പ്രായമാവും തോറും അല്ലെങ്കിൽ മെച്യൂർ ആവും തോറും നമ്മുടെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ഓർക്കാറില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. അതൊന്നും മെച്യൂരിറ്റിയുടെ ഭാഗമൊന്നുമല്ല. നമ്മുടെ സ്വന്തം ബർത്ത്ഡേ നമ്മൾ ഓർത്ത് വയ്ക്കുന്നത് എന്താ അല്ലേ, പിന്നെ വേറെ ആരാ ഓർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ബർത്ത്ഡേ ഓർക്കാറുണ്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് കേക്കൊക്കെ മുറിക്കാറുണ്ട്. അതെനിക്ക് എൻ്റെ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തോളൂ. സ്വന്തം ബർത്ത്ഡേ ഒന്നും മറന്നു പോകരുത് ആരും. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക, എന്നാലേ ബാക്കിയുള്ളവരെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് കേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് വൈകുന്നേരം അച്ഛനൊക്കെ വന്നതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് കേക്കാണ്. എൻ്റെ കേക്കും ഡ്രസ്സും തമ്മിൽ നല്ല മാച്ചുണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് എൻ്റെ ജന്മനാളല്ല, ബർത്ത് ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ജന്മനാളാണ് കൂടുതൽ നോക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ ആൾക്കാർ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ അതാണ് ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേക്ക് കഴിക്കുന്നുണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജന്മനാളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക, പായസം വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനും കൊടുത്തു, അനിയനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഒക്ടോബറിൽ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതുപോലെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കേക്കൊക്കെ മുറിക്കണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മുടെ കുഞ്ഞു പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.